സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് പ്രൌഢഗംഭീരമായ തുടക്കം. തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 33 വേദികളിലായി ഇനി ഒരാഴ്ചക്കാലം തലസ്ഥാനം കളർഫുൾ ഓണം കൊണ്ടാടും. കൂടുതൽ വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരം നിന്ന് ചേർന്നു. സലീം, ഓണം കളറായി ഓണത്തിൽ ഇളകി മറിയാണോ നമ്മുടെ തലസ്ഥാന നഗരം? എസ്കാൻ, ഗുഡ് ഈവനിങ്. ഓണം തകർക്കുകയാണ്, അടിപൊളിയാവുകയാണ് എന്നുള്ളതാണ്. അതിന് ഓണം വാരാഘോഷത്തിന് ഒരു അടിപൊളി തുടക്കമാണ് തിരുവനന്തപുരം നഗരം നൽകിയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് ഈ ഓണവുമായി ബന്ധപ്പെട്ടതിന്റെ വാരാഘോഷത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന് പിന്നാലെ തന്നെ ഈ ആളുകൾ, ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഈ തിരുവനന്തപുരം നഗരം ആകെ ഇപ്പോൾ ദീപാലങ്കൃതമായി നിറങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. ഇവിടെ ആൾക്കൂട്ടം അതിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത് തുടങ്ങുന്നത് മാത്രമാണ്, ആദ്യ ദിവസമാണ്, ഔദ്യോഗികമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വാഭാവികമായും നാളെ മുതൽ ഉത്രാടമാണ് എന്നുള്ളതാണ്. അപ്പോ നാളെയൊക്കെ ഇവിടേക്കുണ്ടാകുന്ന ജനത്തിരക്ക് അനിയന്ത്രിതമായിരിക്കും. ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും നമ്മൾ ഈ നഗരത്തിന്റെ ഒരു ഭംഗി. അത് പക്ഷേ അത് നേരിട്ട് തന്നെ വന്നറിഞ്ഞാലേ അത് എത്ര മനോഹരമാണ് എന്നുള്ളത് അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി ആസ്വദിക്കാൻ കഴിയുന്നത് കനകക്കുന്നിലെ ഈ പ്രദേശത്തെ മാത്രം ഭാഗമല്ല. ഇവിടുന്ന് അപ്പുറത്തേക്ക് കവടിയാർ റോഡിലും ഒപ്പം തന്നെ പാളയത്ത് MG റോഡിലൊക്കെ ഇതേപോലെ ഓരോ നിയമസഭയും സെക്രട്ടേറിയറ്റും ഒക്കെ ഇങ്ങനെ ദീപാലങ്കൃതമായി വൈദ്യുതിയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയുണ്ട്. ഒപ്പം തന്നെ 33 വിവിധ വ്യത്യസ്ത വേദികളിലായുള്ള കലാപരിപാടികളാണ് അടുത്ത 7 ദിവസം നഗരത്തിൽ അരങ്ങേറാൻ പോകുന്നത്. 10,000-ലധികം കലാകാരന്മാരാണ് ഇവിടേക്ക് വരികയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ തന്നെ തദ്ദേശീയരായ സാധാരണക്കാരായ കലാകാരന്മാരുടെ ഒരു വലിയ സ്പേസ് എന്നതുകൂടിയുണ്ട്. ഒപ്പം ഇന്ന് നടന്ന ഈ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് സിനിമാ താരം, മലയാളികൾക്ക് കൂടി പ്രിയപ്പെട്ട തമിഴ് സിനിമാ താരം രവി മോഹൻ, ജയം രവി എന്നറിയപ്പെടുന്ന രവി മോഹൻ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മലയാളിയുടെ പ്രിയ സംവിധായകനും താരവുമായ ബേസിൽ ജോസഫ് പങ്കെടുത്തിരുന്നു. അങ്ങനെ വിവിധ പ്രധാനപ്പെട്ട അതിഥികളൊക്കെ പങ്കെടുത്തിരുന്നു. അതിനു മുന്നോടിയായി മുഖ്യമന്ത്രി ഇന്ന് ഒരുക്കിയ ഓണസദ്യയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും അവർ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നഗരം ഒരു ഗംഭീരമായ ഉത്സവ ലഹരിയിലേക്ക്, മലയാളിയുടെ ഉത്സവം അതിന്റെ എല്ലാ ഭംഗിയിലും ആഘോഷിക്കാനുള്ള, ആഹ്ലാദിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഒരുങ്ങിയ ആദ്യത്തെ ദിവസത്തെ കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അത്രയധികം തിരക്ക് ഇപ്പോൾ തന്നെയുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ എന്തായാലും നഗരത്തിൽ വൈകുന്നേരങ്ങളിൽ കാലുകുത്താൻ പോലും പറ്റാത്ത അത്രയും തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും പല കാഴ്ചകളും ഒക്കെ കണ്ട് ആളുകൾ ഇങ്ങനെ ഗംഭീരമായി ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം വരികയാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? കൊള്ളായിരുന്നല്ലേ? നന്നായിട്ടുണ്ട്. സ്റ്റാളുകളിലൊക്കെ പോയോ? എല്ലാത്തിനും കയറി. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അപ്പോ എസ്കാൻ, അങ്ങനെ എന്തായാലും എല്ലാ ഭംഗിയോടും കൂടി മലയാളി ഓണം ആഘോഷിക്കുകയാണ്. അതിന്റെ തുടക്കം മാത്രമാണിത്. എസ്കാൻ, ഓക്കെ, താങ്ക് യു.